ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ സൈഡിൽ മാറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട് മിംഗോ ഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഒരു സീനിക് ഡ്രൈവൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നമുക്കത് പോയി കണ്ടു നോക്കാം. വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മുടെ സ്മോക്കി മൗണ്ടൻസ് 2 സ്റ്റേറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ടെന്നീസിയിലും ഒന്ന് നോർത്ത് കരോലിനയിലും. ഇപ്പോൾ നമ്മൾ വരുന്നത് ടെന്നീസിയുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ കാണാൻ പോകുന്ന ഫോൾസ് നോർത്ത് കരോലിനയില. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ. പക്ഷെ അതിൻ്റെ സ്റ്റേറ്റ് ബോർഡർ ക്രോസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ മൊബൈലിൽ അതിൻ്റെ നെറ്റ്വർക്ക് മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ബോർഡും കാണാം നമ്മൾ അതിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തു. നമ്മൾ ഈ മിംഗോ ഫോൾസിലേക്ക് പോകുമ്പോൾ കാണുന്ന വഴിയരികിലെ കാഴ്ചകളാണ് ഇതെല്ലാം. നിറയെ മലകളും അതുപോലെ കാടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റും. വെതർ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മഴ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ചെറിയ വെയിലും ചെറിയ തണുവായിട്ടുള്ള നല്ല കാലാവസ്ഥ. എന്തോ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. അങ്ങനെ വിചാരിച്ചു ആകെ കുളമായി പോകും വിചാരിച്ചു. മഴ പെയ്ത് കോടയൊക്കെ ചൂടി നടക്കേണ്ടി വരുന്ന വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നല്ല കാലാവസ്ഥ കിട്ടി നമുക്കിന്ന്. നമുക്ക് ഈ വെയിലടിക്കുമ്പോഴാണ് ഈ മരത്തിന്റെ ഇലകളുടെ കളറുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണുക. ഈ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ബ്രൈറ്റ് ആണ്. പക്ഷെ സൂര്യപ്രകാശം അടിക്കുമ്പോണ്ടല്ലോ എല്ലാ കളേഴ്സും നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് സൂര്യപ്രകാശം ഈ ഇതിന്റെ ഇടയോടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം അല്ലേ ചെറുത്. ഈ മഴ പെയ്തപ്പോൾ കളക്ട് ചെയ്യുന്ന ഈ മലമോളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒലിച്ച് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന മെയിനായിട്ടുള്ള തോടിലേക്ക് ചേരുകയാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ആ റോഡിൻ്റെ സൈഡിൽ കൂടെയുള്ള തോട് നന്നായി ശക്തിയായിട്ട് ഒഴുകും. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. വണ്ടികളൊക്കെ നല്ല സ്പീഡിലല്ല വരുന്നത്. ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ഇവിടെ ശ്രദ്ധയിൽപ്പെടില്ല. കാരണം എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരുമല്ലേ. അപ്പോൾ എല്ലാവരും കണ്ണിൽ ആൾക്കാർ റോഡിൽ ക്രോസ് ചെയ്യുന്നതിൽ പെട്ടെന്ന് വരില്ല. നമ്മൾ ഈ ഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് നിർത്തുക. കാരണം വഴിയിലുള്ള ഓരോ ഭംഗി കാണുമ്പോഴേ, നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം കാണുമ്പോൾ, ഈ വെള്ളം ഒഴുകി പോകുന്നതിന് ഭംഗി കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തുക. നമ്മൾ എത്താൻ ലേറ്റ് ആവും. എന്നാലും ഇത് കാണുമ്പോൾ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുക. ഈ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ സോഴ്സ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഈ വെള്ളം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് നമുക്ക് പോയി നോക്കി നോക്കാം. ഈ മിംഗോ ഫാൾസിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആണിത്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ മുഴുവൻ കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഏകദേശം 160 സ്റ്റെപ്പ് ഉണ്ട്. ഈ സൈഡിലൂടെ ആ ഫോൾസ് എന്നുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത് കാണുന്നത്. അത്യാവശ്യം കയറാനുണ്ട്. നല്ല ഹൈറ്റിലേക്ക് കയറണം നമ്മൾ. ഇന്നെന്തായാലും നല്ല എക്സസൈസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റെപ്സൊക്കെ കയറി കഴിഞ്ഞു എത്തിയിട്ടുള്ള സ്ഥലമാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഒന്ന് നടന്നിട്ട് വേണം മിംഗോ ഫോൾസിലെത്താൻ. ഇന്നലെയും ഇന്നായിട്ട് മഴ പെയ്തിട്ടുള്ള കാരണം നിലത്തൊക്കെ ആകെ ചെറുതായിട്ട് ചെളി പോലെയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം നടക്കാൻ. അങ്ങനെ നമ്മൾ മിംഗോ ഫോൾസിൻ്റെ അടുത്തെത്തി.
ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിക്കുമ്പോഴാണ് മിങ്കോ ഫോൾസ് കുറച്ചുകൂടി നന്നായിട്ട് കാണുക. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി വെക്കാം. ഒരുപാട് ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ. നല്ല വരുത്തുന്ന തന്നെയാണ് ഈ വെള്ളം വീഴുന്നത്. അപ്പോൾ നമ്മുടെ മിങ്കോ ഫോൾസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉയരത്തുനിന്നുള്ള വെള്ളച്ചാട്ടം തന്നെയായിരുന്നു അല്ലേ. ഇവിടേക്ക് വരാനുള്ള വഴിയാണ് കുറച്ച് കഷ്ടപ്പാട്. ആദ്യം കുറേ സ്റ്റെപ്പ് കയറണം, പിന്നെ ഈ ചെളി നിറഞ്ഞ വഴി കൂടെ നടക്കും ഇങ്ങോട്ട് എത്തണം. എന്നാലും കാണാൻ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വെള്ളച്ചാട്ടത്തെക്കാട്ടിയും ഭംഗിയുണ്ടായിരുന്നു അല്ലേ. എനിക്ക് മഴ പെയ്ത കാരണം ഇതിനെയും ഈ വെള്ളച്ചാട്ടവും ഫോഴ്സ് കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.